കഴിഞ്ഞ ദിവസം നമുക്കൊരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ 2 പേര് വന്നിട്ട് ബൈക്കിൽ പോകുന്ന വഴി അടുത്ത് കിടന്ന ഒരു ഡോഗിനെ അടിച്ച് കൊല്ലുകയുണ്ടായി. അത് കേസായി വഴക്കായി. അവസാനം അതിൻ്റെ ഓണർ, ഡോഗിൻ്റെ ഉടമസ്ഥനാണ് കേസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉടമസ്ഥൻ അത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് തെറ്റിനോട് യോജിക്കുന്നില്ല. പക്ഷേ അതുങ്ങൾ മിണ്ടാപ്രാണികളല്ലേ, അവർക്ക് അസുഖം വരുമ്പോഴാണ് അവർ അഗ്രസീവ് വന്നത്. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയല്ലോ, പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. മനുഷ്യരിലും ഉണ്ട് ക്രൂരത, എന്തോരം ക്രൂരതകൾ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ മൃഗങ്ങൾ പിന്നെയും ഭേദമാണ്. അപ്പോൾ അതല്ല വിഷയം. ഈ ഉടമസ്ഥര് അഗ്രസീവായി, പ്രത്യേകിച്ച് വളർത്തുന്ന ഡോഗുകൾ എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു അഗ്രസീവായിരിക്കും മറ്റുള്ളവരോട്. അതങ്ങനെയാണ്. അപ്പോൾ അതിനെ അഴിച്ചിട്ടാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. തെരുവ് ഡോഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ആളുകളൊന്നും പോകുമ്പോൾ മൈൻഡത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ അങ്ങ് ശീലിച്ചതാണ്. എല്ലാവരും വന്നും പോയൊക്കെ അവർ ശീലിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് അത്ര വിഷയം വരത്തില്ല ആ ഡോഗിന്. പക്ഷേ ഇതങ്ങനെയല്ല, വളർത്തുന്ന ഡോഗ്. ഇതിപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു വിഷയമുണ്ട്. പലരും പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നൊന്നുമില്ല. അതിനെ അങ്ങനെ അഴിച്ചു വിട്ടിരിക്കും. ഇനി ആരെങ്കിലും കടിച്ചാൽ തന്നെ ഇനി അതൊരു ചെവിയിടകത്ത് കയറുള്ളൂ. മനസ്സിലായി? കഴിഞ്ഞ ദിവസം തന്നെ ഞാനും മോളും കൂടി ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് അവർക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തൊരു കടയുണ്ട്. അവിടെ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങാനായിട്ട് നടന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡോഗ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വാതിൽ തുറന്നിട്ട് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ബാഗ് എടുത്തപ്പോൾ വീശിയപ്പോഴത്തേക്ക് അത് ഓടി. അങ്ങനെ ഓടി കേട്ടോ. അതുപോലെ തന്നെ ബൈക്കിൽ വരുന്നവരെയൊക്കെ ഈ ഡോഗ് ഓടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വരുന്നവരെയൊക്കെ, ഒരു വളവാണ് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ വരുന്നവരൊക്കെ ഈ ഡോഗ് ഓടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓണർ ഒരേ അനക്കവും ഇല്ല, യാതൊരു അനക്കവും ഇല്ല കേട്ടോ. പലരും മാറി മാറി പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. ഈ സാമാന്യം ഇങ്ങനെ വളർത്തുന്നവരൊരു സാമാന്യ ബോധം കാണിക്കണം. ദയവ് ചെയ്ത് ഇറക്കി വിടരുത് റോഡിലോട്ട്. വണ്ടികളൊക്കെ ഇപ്പം തന്നെ നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ ഇതായിട്ട് നമ്മുടെ അടുത്തോട്ട് നേരെ വന്നപ്പോഴത്തേക്കും റോഡിലോട്ടാണ് മോൾ ഓടിയത്. അപ്പോൾ വണ്ടികളൊക്കെ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പെട്ടെന്ന് നമുക്ക് സൈഡിൽ കൂടെ ഒതുങ്ങി പോകാൻ പറ്റും. അപ്പോൾ ഡോഗ് കടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടെങ്കിലും വെച്ച് ഓടും. വണ്ടി വരുവാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. അതാണ്. പിന്നെ അത് തന്നെയല്ല, ബൈക്കിലൊക്കെ വരുന്നവരെ ഇത് വട്ടം ചാടി അവർ പേടിച്ച് സ്പീഡിൽ ഓടുക. പെട്ടെന്നുള്ളൊരിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് തട്ടി മറിഞ്ഞടിച്ച് വീഴാനും സാധ്യതയുണ്ട്. ഒരു രക്ഷയില്ല. അഹങ്കാരം തലക്ക് പിടിച്ച കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ വളർത്തിയിട്ടിരിക്കും. എന്നിട്ട് ഒരനക്കവും ഇല്ല. പറഞ്ഞിട്ട് മാറി ആളുകൾ പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. ഇനി അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൊടിയും പിടിച്ച് കൂക്കിക്കൊണ്ട് വരും. മനസ്സിലായില്ല? ഇതാണ് സംഭവിക്കുന്നത്. ഈ ഉടമസ്ഥർക്ക് ഡോഗിനെ വളർത്തുന്നവർ അതിനനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് അഴിച്ചിങ്ങനെ വിടരുത്. അഗ്രസീവായ ഡോഗുകളെ അതുപോലെ എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഇടക്കാണ് ഇങ്ങനെ അത് ഇവിടെ ഇവർ വളർത്തിക്കൊണ്ടിരുന്നതൊന്നുമല്ല, വേറെ എങ്ങനെന്നോ ഇപ്പോൾ കൊണ്ടുവന്ന് പുതിയതായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ അത് കടിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ഡോഗാണ്. ഇവർ പറയുന്നത് ഇതിപ്പോൾ കുറേ ആയി, നമുക്ക് റോഡിൽ നടക്കാൻ തന്നെ പേടി. അവിടുത്തെ അമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചായി കേട്ടോ മരിച്ചിട്ട്. അപ്പോൾ അവിടെ ആരോ 1-2 പേരൊക്കെ തന്നെ ഉള്ളൂ. അതാണ് ഈ ഡോഗാണെങ്കിൽ എന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ ആണെങ്കിൽ പറഞ്ഞെങ്കിലും മതിയായിരുന്നു. നമ്മൾ വല്ലതും പറഞ്ഞ് പോയി പോകുന്നുണ്ടെങ്കിൽ പിന്നെ തന്നെ അതൊരു വലിയ ഇതാകും. അവരുടെ ഡോഗിൻ്റെ ഓണറല്ലേ അത് ഉത്തരവാദിത്തത്തിൽ എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു കുറ്റമായിട്ട് മാറും. അതാണ് പ്രശ്നം. പറയാനും പറ്റത്തില്ല, എടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇനി കടി കൊണ്ടു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെ. സമാധാനം. കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. കടിച്ച ഉറപ്പായിട്ടും കൊണ്ടാൽ കംപ്ലൈൻറ്റ് കൊടുക്കും, ഉറപ്പാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടോ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് കടിക്കാനായിട്ട് വരുന്നുണ്ട്. വണ്ടികൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, അവരുടെ പുറത്തോട്ട് കയറാൻ പോകുന്നുണ്ട്. വണ്ടി ഓടി ബൈക്കുകാരുടെയൊക്കെ പുറകെ നിന്നാണ് ഓട്ടം. അതൊക്കെ എന്തൊരു അപകടമെന്നറിയാം. ആ ബൈക്കുകാരൻ വെപ്രാളത്തിൽ ഓടി വല്ല വണ്ടികളുടെ പോയി വീണ അങ്ങനെ തന്നെ. ഡോഗിനെ അല്ല പറയുന്നത്, ഓണറിനെയാണ് പറയുന്നത്. മനുഷ്യനെ തന്നെയാണ് പറയുന്നത്. വിവരം കേട്ട കുറേ മനുഷ്യനെ തന്നെയാണ് പറയുന്നത്. എന്തൊരു വിവരം. താങ്ക് യു ഫോർ വാച്ചിങ്.